വീട് അത് നമുക്ക് കടയിലെ പരിമിതമായ സൗകര്യമുള്ളായിരുന്നു ഈ കുടുംബമായിട്ട് താമസിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കരോട്ടോട്ടൊരു വീട് വെക്കാൻ തീരുമാനിച്ചു. ഹൗസിംഗ് ബോർഡിൽ നിന്ന് ലോൺ എടുത്തു. അത് 2 രൂപയോ 3 രൂപയുടെ അടുത്ത് ഇപ്പോൾ കൃത്യത ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആ തുക കൊണ്ട് തീരാവും. പിന്നെ കാലങ്ങൾ നമ്മൾ പണിയെടുത്തുള്ള സോഡ വിറ്റ് കിട്ടുന്നതും റബ്ബർ സ്പോട്ടർ കൊടുത്ത് കിട്ടിയ പൈസ പലപ്പോഴായിട്ട് ഒരു 5-8 വർഷമെങ്കിലും അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടുണ്ടാക്കിയതാണ് ആ വീട് പൂർത്തീകരണത്തിൻ്റെ ഘട്ടം. വളരെ ചെറുപ്പത്തിൽ, അതായത് സ്കൂൾ അവിടെയുണ്ട്, നമ്മുടെ LP സ്കൂളായിരുന്നു. അപ്പോൾ 4 വരെ അവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ അമ്മയുടെ താമസവും അതിനടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തറവാട് കൂടിയാണെങ്കിലും അവിടെ പോകും. മിക്കവാറും അവിടെ തന്നെയായിരുന്നു. അമ്മയ്ക്കൊരു ചെറിയ കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അമ്മയുടെ കാലശേഷമല്ല, അവസാന ഭാഗം അമ്മ മേലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും വൈഫും കൂടെ താമസിച്ചു. അത് കഴിഞ്ഞാണ് പിന്നീട് ഇപ്പോഴത്തെ വീട് വെച്ചതും അവിടെ താമസം തുടങ്ങിയതും. താമസിക്കാൻ ശരിക്കും പറ്റിയില്ല. കാരണം അന്നേരത്തേക്ക് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരിപാടി വന്നു, അക്വിസിഷനായി. അവിടുന്ന് നമ്മൾ അക്വയർ ചെയ്ത് സ്ഥലവും വീടും കൂടി എടുത്തു കഴിയും. പിന്നെ അവിടെ നമ്മൾ പോരുകയായി. അത് പോകുന്നത് 2009 അക്വയർ ചെയ്ത് എടുക്കുന്നത്. നമ്മൾ ഇറങ്ങേണ്ടി വന്നു. അതാണ് കുട്ടിക്കാലം പറഞ്ഞാൽ ഇതാണ് ഓർമ്മകൾ. എപ്പോഴും അവിടെ തന്നെ ആയിരുന്നു. അതുമായിട്ട് ചുറ്റിപ്പറ്റി അവിടെയായിരുന്നു ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം ചെറുപ്പത്തിൽ. അവിടെ നമ്മൾ പിന്നെ പലർക്കും സോഡ ബിസിനസ്സും അത്യാവശ്യം പറമ്പ് കൃഷികൾ, അതായത് തൈ റബ്ബർ വെച്ച് അതിനിടയ്ക്ക് കപ്പയായിരുന്നു അന്നത്തെ കൃഷി. പിന്നെ തെങ്ങുണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് ഇതെല്ലാം അക്വയർ ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കൈമുതലായിട്ടുള്ള ഒരു സോഡ മെഷീൻ മാത്രമേ ഉള്ളൂ. അതുമായിട്ട് ഇവിടെ വന്നു. 6 സെൻറ്റിനകത്ത് തന്നെ നമ്മൾ അതിന് ഇടം കണ്ടെത്തി. അന്ന് 100 പരം കടയുണ്ടായിരുന്നു നമുക്ക് കൊടുക്കാൻ. 100 പരം കടകളും കൊണ്ട് നടന്ന് അവിടെ കൊണ്ടു കൊടുക്കുമായിരുന്നു. നിലവിൽ ഒരു 50 കടകളേ ഉള്ളൂ. അത് ഇപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി കടകളിൽ കൊടുക്കുന്നു. അത്യാവശ്യം കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകും. പിന്നെ ഇളയ പയ്യന് ഒരു പോലീസിലൊരു ജോലി ഇപ്പം 5-6 വർഷമായിട്ട് കിട്ടിയതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. വരുന്ന പ്രസ്ഥാനത്തെക്കുറിച്ചൊന്നും ആൾക്കാർക്ക് നാട്ടുകാർ ബോധവാന്മാരില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ചുറ്റുവട്ടം കുറേ പഴയ നമ്മളൊരു സ്കൂളും കെട്ടിടവും അവിടെ ഉണ്ട്. 60 സെൻറ്റ് നേരത്തെ തൊട്ട് NS വിട്ടുകൊടുത്ത സ്കൂള്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചിട്ട് അതിനോടനുബന്ധിച്ചിട്ട് ഒരു 10 ഏക്കർ വരുമെന്നുള്ളൊരു കണക്കൂട്ടലിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ 1.5 ഏക്കർ സ്ഥലമുണ്ട്. അതിലൊരു 1/2 ഏക്കർ കൊടുക്കണം. തത്തുല്യമായിട്ട് വീടുള്ളത് എൻ്റെ മാത്രമേ ഉള്ളായിരുന്നു ഇതിനകത്ത്. ബാക്കി ചുറ്റുവട്ടത്തുനിന്ന് എടുത്ത് ഒരു 10 ഏക്കർ മതി എന്നുള്ളൊരു കണക്കൂട്ടലായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് പൂർണ്ണമായിട്ടും സമ്മതമായിരുന്നു കൊടുക്കുന്നതിന്. വീടും സ്ഥലവും കൂടെ നമ്മളെ ഒഴിവാക്കുമെന്നൊരു ധാരണ ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അറിയിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ആലോചന നടക്കുമ്പോൾ പോലും ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ വീടിന് വേണ്ടി പൈസ ഇച്ചിരി കിട്ടുന്നത് നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വീടും സ്ഥലവും കൂടെ കുറച്ച് നിലനിർത്തി കിട്ടുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അത് പറ്റിയില്ല. അതിൽ ഞങ്ങളുടെ 10 പേരോളം ആൾക്കാരുടെ സ്ഥലമാണ്
ഈ ഇഷ്യൂട്ടിന് വേണ്ടി പോയിട്ട് ഇപ്പം 10 ഏക്കർ 60 സെൻറ്റ് സ്ഥലമുണ്ട്. Welcome to K.R. Narayanan National Institute of Visual Science and Arts, country's first premier visual arts training center in digital era, located in the serene green campus in Tekkumthala, Kottayam. We are committed to provide the best facilities for our students. They include fully residential hostels for boys and girls and other amenities for quality living. ഈ വികസനം വരുമ്പോൾ എന്ന് പറയുന്നത് എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കും. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രദേശവാസിയിൽ ഒരാൾ അവിടുന്ന് ഈ വീടും സ്ഥലവും ഉപേക്ഷിച്ച് പോകുക എന്ന് പറയുമ്പോൾ ആളുടെ മാനസികാവസ്ഥ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ പറ്റില്ല, കാരണം സ്ഥലം സർക്കാരിൻ്റെയാണ്. അപ്പം സ്ഥലമുണ്ടെങ്കിലേ വികസനം വരുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാളിന് ആ വ്യക്തി ഏത് രീതിയിൽ ജീവിച്ച് അത്രയും ഇല്ലെങ്കിൽ പോലും അതിന് സമാനമായിട്ടുള്ളൊരു സംഭവം സർക്കാർ കൊടുത്തു വേണം ഇവിടെ. വെള്ളം വലിക്കുന്ന ഒരു രീതി വന്നു കിട്ടിയേ. പക്ഷെ അതാ വെള്ളം അടിച്ചോണ്ട് അറിയാൻ മേലത്തെ വെള്ളം അടിച്ചോ. ഇതൊക്കെയാണ് ഇതുപോലെ ലൈറ്റ് വേണ്ടി ചെയ്തു. നമ്മളൊരിക്കലും ഇത് കൊടുക്കാനെതിരല്ലായിരുന്നു, പക്ഷെ മുന്നോട്ടുള്ള ഭാവി ഞങ്ങളുടെ ഇരുണ്ടതായിരുന്നു. പിന്നെ ദൈവാധീനം കൊണ്ട് അല്ലെ മനസാന്നിധ്യം കൊണ്ട് പിടിച്ചു നിന്നു. അങ്ങനെ ഇതേ സമയം മറിച്ച് വസ്തു ഉണ്ടായിരുന്നു, ജീവിക്കാൻ മാർഗം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരാൾക്ക് സംഭവിച്ചതാണ് ഈ അന്നത്തെ സ്കൂൾ കെട്ടിടത്തിൻ്റെ അവിടെ ഒരു ആത്മഹത്യ. വിഷ പിടിച്ച് റബ്ബർ തോട്ടം 80 സെൻറ്റ് റബ്ബർ തോട്ടമായിരുന്നു. വെട്ടി തുടങ്ങിയതേ ഉള്ളായിരുന്നു ആ സമയത്തായിരുന്നു. അല്ലെങ്കിൽ ആ മാനസികമായിട്ട് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ലേലം ചെയ്തു. മറ്റുള്ള ആൾക്കാർ വന്ന് വെട്ടുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് വന്നു. അവർക്ക് തൊട്ടടുത്ത ഈ വീടും സ്ഥലമുള്ളു. അത് വേറെ സ്ഥലമുണ്ട്, പിന്നെ ഒരു ഭാഗമായിട്ട് ഇച്ചിരി പോയെന്നുള്ളതേ ഉള്ളൂ. ഈ കുടുംബം പോയത് തന്നെ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് കുഴപ്പം. നമ്മളുടെ ഒരുപാട് നാളായിട്ടുള്ള സമ്പാദ്യവും ഒരുപാട് സ്ഥലവും കാര്യമൊക്കെയാണ് പോയത്. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത് ആത്മഹത്യ ചെയ്തു. മനുഷ്യനെന്താ അതിന് അങ്ങനെ ഒരു രീതിയെക്കുറിച്ച് ആലോചിക്കാതിരുന്നത് എന്നുള്ളൊരു കാര്യം.
നമ്മളെ ജീവിതം എന്ന് പറയുന്ന സുഖദുഃഖങ്ങളുടെ ഒരു സമ്മിശ്രമാണ്. നമ്മളൊന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിഷമം വന്നിട്ട് ആത്മഹത്യ എന്ന് പറയുന്ന ഭീരുത്വം, അതോരോ മനുഷ്യനും അതിനെ നേരിടുക എന്നുള്ളത് ആവശ്യമാണ്. അല്ലാതെ മരിച്ചുകൊണ്ട് ആർക്കെന്ത് പോയി, ആ കുടുംബത്തിന് പോയി, അല്ല അതാണോ നമ്മൾ ചെയ്യുന്നത്? അതില്ല, അത് നമ്മുടെ സമയദോഷം. അതിനെ നമ്മൾ ധൈര്യമായിട്ട് നേരിടുക. അതിന് ശേഷമാണെങ്കിൽ തന്നെയും നമ്മൾ ഈ കാലഘട്ടത്തിനിടയ്ക്കും എൻ്റെ മൂത്ത പയ്യൻ മരിച്ചുപോയി, അപ്പോൾ ക്യാൻസറായിരുന്നു. ഈ വീടും സ്ഥലവും പോയി എന്നുള്ള ഒരടി, അതോടൊപ്പം MBA പാസ്സായ അതായത് മൂത്ത പയ്യൻ 26 വയസ്സ്, അവനെ RCCയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അന്നേരം ഞാൻ പോകും മാനസിക വിഷമം വെച്ചാൽ. പക്ഷെ അത് നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുക, നമ്മളെന്തെങ്കിലും തളരരുത്, വരുന്നത് നേരിടുക. ആ ഒരു വിൽ പവർ യഥാർത്ഥത്തിൽ ഈ സ്ഥലവും വീടും പോയപ്പോൾ തന്നെ എനിക്ക് കിട്ടി. അതൊരു ഘടകമാണ്. അല്ല ആത്മഹത്യ എന്ന് പറയുന്ന ഒന്നിനും ഒരു പരിഹാരം.